ഹരിയോ എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. പ്രധാനപ്പെട്ട ചോദ്യം ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുള്ളത് ഈ ഗുണങ്ങൾ എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളിൽ അത് പ്രകടമാകുന്നതും അതിൻ്റെ കുറച്ചുകൂടെ വിശദീകരണം, അതിനെ ഒന്നുകൂടെ ലളിതമായിട്ട് വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. ഇത് ആദ്യമായിട്ട് കേൾക്കുകയാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതിനു മുമ്പ് വേറൊരു കാര്യം പറയട്ടെ. നമ്മൾ ആദ്യം തന്നെ ഒരു ക്ഷമാപണം നടത്തുന്നു. അതായത് ഈ ഓപ്പൺഹൈമറിൻ്റെ സിനിമ, അത് ഒരാൾ വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞു, സ്വാമി ഭയങ്കര വല്ലാത്തൊരു പ്രശ്നമായി പോയിട്ടോ. സ്വാമി ഓപ്പൺഹൈമറിൻ്റെ സിനിമ കാണാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് കുട്ടികളെ കാണിക്കണമല്ലോ, കുട്ടികൾക്ക് ഇതൊക്കെ മനസ്സിലാവണമല്ലോ, പഠിക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ മോനോടും മോളോടും പറഞ്ഞു, അവിടെ വാ, സ്വാമി ഒരു സിനിമ കാണാൻ പറഞ്ഞിട്ടുണ്ട്, നെറ്റ്ഫ്ലിക്സ് ഓണാക്ക്, എന്നിട്ട് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ മോൻ തന്നെ അത് ഓണാക്കിയിട്ട് ഏതാണ് അച്ഛാന്ന് പറഞ്ഞു അവൻ സെർച്ച് ചെയ്ത് ഓപ്പൺഹൈമർ എടുത്തു വെച്ചു. അപ്പോൾ അതിലെ അത് നമ്മളുടെ അതിൻ്റെ ടൈറ്റിൽ ഇത് കാണിക്കലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ഇപ്പോൾ ഇതാക്കാൻ പറഞ്ഞു, പോസ് ചെയ്യാൻ പറഞ്ഞു. നിർത്തിയിട്ട് ഞാനങ്ങനെ എല്ലാവരും കൂടി കാണാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നു. ഞാനതിൽ ആദ്യം ശ്രദ്ധിച്ചില്ല, എൻ്റെ ശ്രദ്ധയിൽ പെട്ടില്ല. അതിൻ്റെ സാധാരണ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണുമ്പോൾ അതിൽ വയലൻസ് ഉണ്ടെങ്കിൽ അത് പറയും, എന്താ പറയുക, ഫൗൾ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അത് പറയും, ന്യൂഡിറ്റി ഉണ്ടെങ്കിൽ, സെക്സ് ഉണ്ടെങ്കിൽ അതൊക്കെ അതിൽ എഴുതി കാണിക്കും. അപ്പോൾ ഇതൊരു ചരിത്രപ്രധാനമായിട്ടുള്ളൊരു സംഭവമാണല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അത്ര ഓർത്തില്ല. അത് കുറച്ച് റെഡിയാക്കി വെച്ചിട്ടാണ് അങ്ങോട്ട് ഞങ്ങൾ കണ്ടത്. അപ്പോൾ സ്വാമി അതൊരു ഭയങ്കര, അതിൽ സെക്സ് ഉണ്ടല്ലോ എന്നൊക്കെ ആണ് മൂപ്പരുടെ ഒരു എന്താ പറയുക, ഒരു ദയനീയമായ ഒരു പറച്ചിൽ. ഏറ്റവും വലിയ രസം, ഈ ഓപ്പൺഹൈമർ തൻ്റെ കാമുകിയോടൊപ്പം പൂർണ്ണമായി വിവസ്ത്രരായിട്ടാണ് രണ്ടുപേരെയും കാണിക്കുന്നത്. ആ ഒരു സെക്സിൻ്റെ സമയത്താണ് അവർ പെട്ടെന്ന് അതിൽ നിന്ന് വിഡ്രോ ചെയ്ത് പോകുന്നതും പെട്ടെന്ന് തന്നെ അവർ റാക്കിൽ നിന്നൊരു പുസ്തകം എടുത്ത് കൊണ്ടുവന്നിട്ട് ഇദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താണ്, എന്താണ്. അദ്ദേഹം ഏതു നേരം ഈ പറഞ്ഞ ഒരു ഇതിലാണ്, എങ്ങനെയാണ് ഇതിൻ്റെ പ്രോജക്റ്റ് സക്സസ് ആക്കേണ്ടതെന്നുള്ളതാണ് അതിൻ്റെ ചിന്തയിലുള്ള ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് അവരെടുക്കുന്നത് ഭഗവത്ഗീതയാണ്. അപ്പോൾ അവരത് തുറന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം, പുസ്തകം കാണാം, സാൻസ്ക്രിറ്റിലാണ്. അപ്പോൾ അദ്ദേഹം പറയും അത് സാൻസ്ക്രിറ്റ് ആണെന്ന് പറയും. അപ്പോൾ എന്താണത് ചോദിക്കുമ്പോൾ എന്താണ് ഇതിൽ എഴുതിയത്, ഇതെന്താണ് എന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗമാണ്. പക്ഷേ ആ രംഗം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സീനാണത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധ എന്നുള്ളതിൻ്റെ മീനിങ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാനാണ് ഐ ആം ദ ഡെത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വിളിച്ച ആൾ നമ്മളോട് പറയുന്നത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് സ്വാമി. അപ്പോൾ അത് സജസ്റ്റ് ചെയ്യുമ്പം നോക്കൂ, ഈ ഓപ്പൺഹൈമർ എന്ന് പറയുന്നത് ഒരു സെക്സ് റിലേറ്റഡ് സിനിമയല്ല. നമ്മൾ ഈ ഇംഗ്ലീഷിൽ പല ടൈപ്പ് സിനിമകളുണ്ട്. ഇംഗ്ലീഷിൽ അങ്ങനെ അവരൊരു എന്താ പറയുക, ഇദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എല്ലാം പറയുക, അവരെല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യം ചെയ്യലിനെ അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. അപ്പോൾ അതങ്ങനെ ഒരു വൾഗറായിട്ട് അങ്ങനെ തോന്നേണ്ടതില്ല. പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാറ്റിലും ഈ പറഞ്ഞ എന്താ പറയുക, നമ്മളതിനെ അശ്ലീലം എന്നാണ് കണക്കാക്കുന്നതെങ്കിൽ ആ അശ്ലീലം നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളിൽ നിറയുണ്ട്. പിന്നെ ശങ്കരാചാര്യർ പറഞ്ഞതുപോലെ നാരീസ്തനഭര നാഭീദേശം ദൃഷ്ട്വാമാകാ മോഹാവേശം ഏതൻ മാംസവസാദി വികാരം മനസ്സിൽ ചിന്തയ വാരം വാരം. അതേ ഉള്ളൂ വഴി.
ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിനെ ഫോർവേഡ് ചെയ്യാം. റിമോട്ട് നമ്മുടെ കയ്യിലാണല്ലോ. സിനിമ നിർമ്മിച്ചത് നമ്മളല്ല. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും അങ്ങനെ ഒരു അത് പറയാൻ വിട്ടുപോയി, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അതിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മളത് പറഞ്ഞേനെ ഇങ്ങനെയുണ്ട് എന്നൊക്കെ. ഇംഗ്ലീഷ് സിനിമകൾ കാണുമ്പം നിങ്ങൾക്ക് ഏത് ക്ലാസ് മൂവിയാണെങ്കിലും, ഏത് ക്ലാസ് ഇംഗ്ലീഷിലെ ഏറ്റവും നല്ല സിനിമകൾ, നിങ്ങൾ ലോകോത്തര സിനിമകൾ, ഏറ്റവും നല്ല സിനിമകൾ കാണുകയാണെങ്കിൽ ആ സിനിമയിൽ ഈ സ്ത്രീ പുരുഷ പാരസ്പര്യം ഉണ്ടാവും. അത് അതിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യമാർന്ന ഭാവത്തിലാണ് അത് കാണിക്കുന്നത്. അതൊരു വൾഗറായിട്ട്, നമുക്ക് മലയാള സിനിമയിലൊക്കെയാണ് വൾഗറായിട്ട് ഒരു എന്താ പറയുക, നമുക്ക് ഓക്കാനിക്കാൻ വരുന്ന വിധത്തിലൊക്കെ കാണിക്കാറ്. ഇന്ത്യൻ സിനിമയിൽ പലതും, എല്ലാ സിനിമയും എന്നല്ല, പല സിനിമകളിലും. എന്നാൽ ചില സിനിമകളിലൊക്കെ റൊമാൻസ് അതൊരു വളരെ എന്താ പറയുക, ഒരു നാച്ചുറലായിട്ടുള്ള ഒന്നായിട്ട് കാണിക്കാറുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് അതൊക്കെ അതിലവർ കാണിക്കുക. അവർക്ക് ഈ നമ്മുടെ ഇവിടുത്തെ പോലത്തെ സെൻസർ ബോർഡൊന്നും നമ്മുടെ നിയമങ്ങളൊന്നും അല്ല അവിടുത്തെ നിയമങ്ങൾ. അതങ്ങനെയാണത്. അപ്പോൾ അതൊരു അങ്ങനെയുള്ള ഒരു സിനിമയാണത്. അത് സെക്സ് മൂവിയല്ല. പക്ഷേ അതിൽ ഈ പറഞ്ഞ ന്യൂഡിറ്റി, സെക്സ് ഉണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളോട് ക്ഷമിക്കുക. ഇനി ആർക്കെങ്കിലും ഓപ്പൺഹൈമർ കാണാനുണ്ടെങ്കിൽ അവരൊറ്റയ്ക്ക് ഇരുന്ന് കാണുക. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ശരി, ചോദ്യം വന്നിട്ടുള്ളത്, അതുകൊണ്ട് സദയം നമ്മളോട് ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഏത് സിനിമയാണെങ്കിലും നല്ല നല്ല സിനിമകളൊക്കെ ഉണ്ട്. അതിലൊക്കെ ഈ പറഞ്ഞ പോലെ ഉണ്ടാവും അത് കുറച്ച്. പിന്നെ അത് അവർ ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സിനിമ എടുത്തുകൂടെ എന്ന് വെച്ചാൽ സിനിമയൊക്കെ എടുക്കാം. പക്ഷേ അതിനൊരു കമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ അതൊക്കെ വരുമായിരിക്കാം. അതൊക്കെ ആയിരിക്കാം അതിൻ്റെ ഭാഗം. എന്തോ ആവട്ടെ, അതല്ല അതിലെ പ്രധാന വിഷയം. ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത്, ഈ ഗുണങ്ങൾ ഇങ്ങനെ ഇന്ദ്രിയങ്ങളിൽ സത്വരജ തമോ ഗുണങ്ങളുടെ ഇതിനെ അത് വ്യക്തമാകുന്നില്ല, അതേസമയം അത് ഗംഭീരമായിട്ടൊക്കെ തോന്നുന്നുണ്ട് എന്നൊക്കെ, അത് ഒന്നുകൂടെ ലളിതമാക്കാമോ ഒന്നുകൂടെ എന്നാണ്. അപ്പോൾ നമുക്ക് തോന്നുന്നത്, ഈ നമ്മൾ നിങ്ങളോട് പറയുന്നത്, നമ്മളിതൊരു ഗീത ധ്യാന ശ്ലോകം മുതൽ ഇങ്ങനെ തുടർന്ന് വരുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എങ്കിൽ നമ്മൾ ഒന്നുകൂടെ അതിനെ ഒരു എന്താ പറയുക, ഒരു റിവിഷൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ 3-ാം അധ്യായം, നമ്മൾ പറഞ്ഞ 3-ാം അധ്യായം എടുക്കുക. ഇതെല്ലാം കണക്റ്റഡ് ആണെന്ന് പറഞ്ഞുവല്ലോ. അതുകൊണ്ടാണ് ഗീതാരാധന പുസ്തകം മേടിക്കാൻ പറയുന്നത്. അത് പറയുമ്പോൾ തന്നെ ഒരു ശ്ലോകം ചൊല്ലുമ്പോൾ അതിൻ്റെ പെട്ടെന്ന് തന്നെ ആ അധ്യായത്തെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. കുറേ പേര് അതിൻ്റെ ആ പുസ്തകം ഭഗവത്ഗീതാരാധന ഒരു 200 രൂപയേ ഉള്ളൂ. ഇത് നിങ്ങളുടെ കൊറിയർ ചാർജ് അടക്കം 250 പേജിൽ കൂടുതലുള്ള 250 രൂപ പുസ്തകത്തിന് ശരിക്കും വില വരേണ്ടതാണ്. നമ്മൾ അതിന് ആ വിലയൊന്നും മേടിക്കുന്നില്ല. നല്ല അങ്ങനെ ഒരു പുസ്തകം നിങ്ങൾക്ക് പുറത്ത് മേടിക്കാനും കിട്ടില്ല. കാരണം ഇത് പഠിതാക്കൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പുസ്തകമാണ്. APJ ആണ് സാറ്, APJ അബ്ദുൽ കലാം സാറാണത് റിലീസ് ചെയ്തിട്ടുള്ളത് ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രപതി ഭവനിൽ വെച്ചിട്ട്. അതിലൊരു ഫോട്ടോ ഇതൊക്കെ കാണാം നമുക്ക്. അപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ റിവിഷനൊക്കെ അത് വളരെ സഹായിക്കും, പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ 3-ാം അധ്യായം ഒന്നുകൂടെ എടുക്കുക. എന്നിട്ട് അതിൽ എന്താ പറയുക, 38-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞതാണ്. ഒന്നുകൂടെ നിങ്ങൾ അതിനെ ഒന്ന് ശ്രദ്ധിക്കും, ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 38-ാമത്തെ ശ്ലോകത്തിൽ 3-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു, ധൂമേനാവ്രിയതേ വന്യഹി യഥാദർശോ മലേനച്ച യഥോൽബേനാവൃതോ ഗർഭ തേനേതം ആവൃതം. എന്താണ്? അഗ്നിയ ഈ ചാരത്താൽ മറയപ്പെട്ടിരിക്കുന്ന അഗ്നി എങ്ങനെയാണോ, അഴുക്കിനാൽ മറയപ്പെട്ട കണ്ണാടി എങ്ങനെയാണോ, ഗർഭസ്ഥ ശിശു ചർമ്മത്താൽ മറയപ്പെട്ടത് എങ്ങനെയാണോ, തേന ഇതം ആവൃതം. ഇങ്ങനെ ജ്ഞാനം അജ്ഞാനത്തെ, ഈ അജ്ഞാനം ജ്ഞാനത്തെ മറച്ചിരിക്കുന്നു. ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യവൈരിണ കാമരൂപേണ കൗന്ദേയ ദുഷ്പൂരേണ അനലേന ച. എന്താ പറയുന്നത്? ദുഷ്പൂരേണ അനലേന ച, പൂരിപ്പിക്കാൻ പ്രയാസമായിട്ടുള്ള,
എന്ത് അഗ്നിയെ പോലെ ജ്ഞാനിനഹ ജ്ഞാനിയുടെ നിത്യവൈരിണ നിത്യശത്രുവായിട്ടുള്ള ഈ കാമത്തെ, അവിടെ ഭഗവാൻ കാമത്തെയാണ് പറയുന്നത്. ഏതേന ജ്ഞാനം ആവൃതം, ഈ കാമത്താൽ ആഗ്രഹത്താൽ ജ്ഞാനം ആവൃതമാണ്. ഈ കാമം എന്ന് പറയുന്നത് രജോ ഗുണമാണ്. എന്നിട്ട് പറയുകയാണ്, അതിനെ വിസ്തരിക്കുകയാണ്. അപ്പം ഇവിടെ നിന്ന് ഇതിൻ്റെ ബേസ് ഒന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. തുടർന്ന് ഭഗവാൻ പറയുന്നത് എന്താ? ഇന്ദ്രിയാണി മനോബുദ്ധി അസ്യ അധിഷ്ഠാനം ഉച്യതേ. അസ്യ അധിഷ്ഠാനം കസ്യ കാമസ്യ രജോ ഗുണസ്യ, കാമത്തിൻ്റെ അല്ലെങ്കിൽ രജോ ഗുണത്തിൻ്റെ അല്ലെങ്കിൽ സത്വഗുണത്തിൻ്റെ തമോ ഗുണത്തിൻ്റെ സർവദ്വാരേഷു എന്ന് 14-ാം അധ്യായത്തിൽ പറഞ്ഞത് ഓർമ്മ വേണം. അവിടുന്ന് അതൊന്ന് ഉറപ്പിക്കാനാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത് വീണ്ടും. അപ്പം എന്താണ്? ഇന്ദ്രിയാണി മനോബുദ്ധി അസ്യ അധിഷ്ഠാനം ഉച്യതേ. ഇന്ദ്രിയവും മനസ്സും ബുദ്ധിയും ഇതിന് അധിഷ്ഠാനമാണ്. ഏതൈർ വിമോഹയത്യേഷ ജ്ഞാനമാവൃത്യദേഹിനം. ഏഷ ഏതൈഹി, ഇത് ഈ കാമം, ഇവകൾ ഈ മനോബുദ്ധി, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ ഇതിനെ ആവൃത്യ മറച്ചിട്ട് ദേഹിനം വിമോഹയതി, ശരീരമെടുത്ത് നമ്മളെ ഓരോരുത്തരെയും മോഹിപ്പിക്കുന്നു. ആ മോഹിപ്പിക്കലാണ് നമ്മുടെ ചുറ്റുപാട്, നാം മോഹിക്കപ്പെടുന്നതും ചുറ്റുപാട് മോഹിക്കപ്പെടുന്നതും ഈ ലോകത്തിൻ്റെ ഈ കലവിലകൾക്കൊക്കെ നിദാനമായിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ് നിർദ്ദേശം ഭഗവാൻ അവിടെ പറയുന്നത്? തസ്മാത്വം ഇന്ദ്രിയാണ്യാദൗ നിയമ്യ ഭരതർഷഭ പാപ്മാനം പ്രജഹിഹ്യേനം ജ്ഞാനവിജ്ഞാനനാശനം. ഇവൻ അതുകൊണ്ട് അർജുന തസ്മാത്, അതുകൊണ്ട് എന്തു വേണം? ത്വം ആദൗ ഇന്ദ്രിയാണി നിയമ്യ, നീ ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്യണം. എന്നിട്ടോ പാപ്മാനം ജ്ഞാനവിജ്ഞാനനാശനം ഏനം പ്രജഹി, ഈ നമ്മളെ കൊണ്ട് പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പാപ്മാനം, എല്ലാ കൊടിയ തെറ്റുകൾക്കും പ്രേരണ നൽകുന്ന ജ്ഞാനവിജ്ഞാനനാശനം, അറിവ് പ്രാവർത്തികമാക്കുന്നതിന് പ്രായോഗികമായി നമ്മളൊരു കാര്യം നടപ്പിലാക്കുന്നതിന് നമുക്ക് തടസ്സമായി നിൽക്കുന്ന ഇവനെ ഏനം പ്രജഹി, ഇതിനെ നീ എന്തു വേണം? ഇവിടെ ജയിക്കണം, ഇതിനെ നശിപ്പിക്കണം, ഇതിനെ കൊല്ലണം, ഇതിനെ ജയിക്കണം. അങ്ങനെയാണ് അവിടെ ഭഗവാൻ പറഞ്ഞ് ഇന്ദ്രിയാണി, ആ അധ്യായം ഉപസംഹരിക്കുന്ന സമയത്താണ് ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യ പരം മനഃ മനസ്സസ്തു പരാബുദ്ധി ബുദ്ധേരാത്മാൻ മഹാൻ പരഹ എന്ന് തുടങ്ങി പറയുന്നത്. കഠോപനിഷത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മളവിടെ അത് വിസ്തരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എങ്ങനെയാണ് ഇത് എവിടെയൊക്കെ നിലകൊള്ളുന്നു, ഇതാണ് ഓർമ്മ വേണ്ടത്. ഒന്ന്, അത് ഇന്ദ്രിയങ്ങളിലും മനസ്സിലും ബുദ്ധിയിലുമാണ്. ആ ഇന്ദ്രിയങ്ങളിലും മനസ്സിലും ബുദ്ധിയിലുമായിട്ടിരിക്കുന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് കനൽക്കട്ടയെ ചാരം മറിഞ്ഞതും കണ്ണാടി അഴുക്ക് പിടിച്ചതായിട്ടും ഗർഭസ്ഥ ശിശുവിൻ്റെയും കാര്യം പറഞ്ഞത്. ഇത് 3 തലങ്ങളിലേക്ക് പറഞ്ഞിട്ടുള്ളതാണെന്ന് പലയാവർത്തി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കൂടി പറയട്ടെ, കനൽക്കട്ടയിലെ ചാരം ഒരു ചെറിയ കാറ്റ് വന്നാൽ മാറും, ആ അഗ്നി പ്രകടമാകും. ബുദ്ധിയിൽ അത്രയേ ഉള്ളൂ, അത് പെട്ടെന്ന് അത് പ്രകടമാകും. ഒരു ചെറിയ അറിവില്ലായ്മയുടെ ഒന്നാണ് ചിലപ്പോൾ കാര്യങ്ങളെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പോയി കിട്ടും, ആ അജ്ഞാനം പോയി കിട്ടും. മനസ്സിലുള്ളത് എന്ന് പറയുന്നതാണ് ഈ കണ്ണാടിയിലെ ഒന്ന് തുടയ്ക്കണം, ചെറിയൊരു പ്രയത്നമുണ്ട്. മനസ്സിന് അങ്ങനെയാണ്, കുറച്ചൊന്ന് വിചാരം ചെയ്യേണ്ടതുണ്ട്. മറ്റേത് ഇന്ദ്രിയ തലത്തിൽ കാലം ഒരു ഘടകമാണ്. ഗർഭസ്ഥ ശിശു പുറത്തേക്ക് വരുന്നതിന് സമയമുണ്ട്, അതിന് മുമ്പ് അതിനെ പുറത്തേക്ക് അടിക്കാൻ പറ്റില്ല. 10 മാസം അങ്ങനെ ഒരു കാലയളവുണ്ട്. അതിൻ്റെ പ്രസവ വേദന ഒക്കെ വരുമ്പോഴാണ് അതിൻ്റെ സമയമാകുന്നത്. അപ്പോൾ ചിലത് നമുക്ക് ബോധിക്കുന്നതിന് കാലം ഒരു ഘടകമാണ്, സമയം ഒരു ഘടകമാണ്. അപ്പം ഇങ്ങനെ 3 തലങ്ങളിൽ ഇത് ഇരിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. ഇങ്ങനെയെല്ലാം പറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് അർജുനൻ ഈ 6-ാം അധ്യായത്തിലെത്തിയപ്പോൾ, ഇതെല്ലാം ഇതിൻ്റെ കണക്റ്റഡ് സാധനങ്ങളാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. എല്ലാ സംശയവും ഇതുകൊണ്ട് ദൂരീകരിക്കപ്പെടണം, അതിനുകൂടെ വേണ്ടിയിട്ടാണ്. കാരണം ഇത് ഇനി അങ്ങോട്ട് ഈ പറഞ്ഞ 15, 16-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പിന്നെ നമ്മൾ ഈ കാര്യങ്ങൾ നന്നായിട്ട് അങ്ങോട്ട് ബോധിച്ചിട്ടില്ലെങ്കിൽ ഇനി റിവിഷനൊന്നും നമുക്കൊരു താല്പര്യം ഉണ്ടാവില്ല. ഇനി ചിലപ്പോൾ വരും,
പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങളിത് ഇവിടെ ഉറപ്പിക്കണം. വീണ്ടും വീണ്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊന്ന് നന്നായി മനസ്സിലാക്കും. ഇനി നമ്മൾ ഈ 6-ാം അധ്യായത്തിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പം 3-ാം അധ്യായത്തിലെ കാര്യമാണ് പറഞ്ഞത്. 6-ാം അധ്യായത്തിൽ വന്നപ്പോൾ ഇതിന് സമാനമായ ചോദ്യം അർജുനൻ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ഇതിലേക്ക് കണക്റ്റഡ് ആണ്. ഇതെല്ലാം ഇതും കൂടി അങ്ങോട്ട് ഈ റിവിഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായി ബോധ്യമായിട്ടല്ലേ ചോദിച്ചോളൂ, അതിനൊന്നും കുഴപ്പമില്ല. അർജുനൻ്റെ ചോദ്യം എന്താണ്? 37-ാമത്തെ ശ്ലോകത്തിൽ 6-ാം അധ്യായത്തിൽ അർജുനൻ ചോദിക്കുകയാണ്, അയതി ശ്രദ്ധയോപേത യോഗാചലിത മാനസ അപ്രാപ്യ യോഗസംസിദ്ധിം കാം ഗതിം കൃഷ്ണ ഗച്ഛതി. നല്ലൊരു ചോദ്യമാണ് അർജുനൻ ചോദിച്ചത്. എന്താണ്? ഹേ ഭഗവാനെ, ഈ ശ്രദ്ധയോടുകൂടിയൊക്കെ ഈ യോഗവും അങ്ങ് ഈ പറയുന്ന മാർഗവും ഒക്കെ ചെയ്യുന്ന ഒരാൾ, പക്ഷേ അയാൾക്ക് യോഗസിദ്ധിം അപ്രാപ്യ, അതിനെ പ്രാപിക്കാൻ പറ്റാതെ പോയി കഴിഞ്ഞാൽ അയാളെ ഗതി എന്താവും? എന്നിട്ട് അർജുനൻ തന്നെ ഒരു ഉദാഹരണം ചോദിക്കുകയാണ്. കച്ചിന്നോ ഭയവിഭ്രഷ്ട ചിന്നാഭ്രമിവ നശ്യതി അപ്രതിഷ്ഠോ മഹാബാഹോ വിമൂഢോ ബ്രഹ്മണപതി. എന്താണ് ഭഗവാനെ? ഉഭയവിഭ്രഷ്ട അപ്രതിഷ്ഠ ബ്രഹ്മണപതി വിമൂഢ ചിന്നാഭ്രമിവ നശ്യതി ചേത്. ഒരു മേഘം വലിയ മേഘക്കൂട്ടത്തിൽ നിന്ന് അടർന്ന് മാറി ഒരു ചിന്നാഭ്രമായിട്ട്, വാസ്തവത്തിൽ മേഘത്തിൻ്റെ താല്പര്യം എന്താണ്? മഴയായി പെയ്തിറങ്ങുക എന്നുള്ളതാണ്. പക്ഷേ ഇത് അന്തരീക്ഷത്തിൽ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ അതെന്താവും? സൂര്യകിരണങ്ങളേറ്റ് അത് അവിടെ തന്നെ ഇല്ലാണ്ടായിപ്പോവും. അപ്പം ഇങ്ങനെയൊരു അവസ്ഥ, ചിന്നാഭ്രമിവ നശ്യതി, ചിന്നിച്ചിതറിയ മേഘത്തിൻ്റെ നാശം പോലെ ഒരു നാശമായി തീരില്ലേ? കാരണം ഞാൻ ഇതിന് പരിപാടി തുടങ്ങി, പക്ഷേ എനിക്ക് അതിലെത്താൻ സാധിച്ചില്ല, സാക്ഷാത്കരിക്കാൻ സാധിച്ചില്ല. ആ ബ്രഹ്മമാർഗത്തിൽ അതിലെന്ത് പറ്റി? അതിന് പൂർത്തീകരണം ഉണ്ടായില്ല. അപ്പോൾ എൻ്റെ അവസ്ഥ എന്താവും? ഏതന്മേ സംശയം കൃഷ്ണ ചേത്തും അർഹസ്യ ശേഷതഃ ത്വതന്യ സംശയസ്യാസ്യ ചേത്ത നഹ്യുപപദ്യത എന്ന് ഗംഭീരമായിട്ട്, അങ്ങല്ലാതെ ഇതിന് ഒരു മറുപടി പറയാൻ എനിക്ക് പറ്റിയ ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് കൃഷ്ണനോട് അർജുനൻ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ എന്തു മറുപടി കൊടുത്തു? 6-ാം അധ്യായത്തിൽ 40-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, പാർത്ഥ നൈവേഹ നാമുത്ര വിനാശസസ്യ വിദ്യതേ നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. മോനെ, ഇത് ഈ നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി, ഇതിലേക്ക് കാലെടുത്ത് വെച്ച ഒരുത്തന് ദുർഗതി എന്ന് പറയുന്ന ഒന്നുണ്ടാവില്ല. അവനിവിടെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അഭിക്രമനാശം, പ്രത്യവായ ദോഷം ഇത്യാദി ദോഷങ്ങളൊന്നും ഇതിലുണ്ടാകുന്നതല്ല. മരുന്ന് മാറിപ്പോവുക, അതുപോലെ തുടങ്ങി വെച്ചതിന് തുടർ പ്രക്രിയകൾ ചെയ്യാതിരുന്നാലുള്ള ദോഷം, കൃഷി മുതലായിട്ടുള്ള എല്ലാം വിസ്തരിച്ച് കണ്ടതാണ് കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ഒന്നുകൂടെ പോയിട്ട് 6-ാം അധ്യായത്തിൽ ഈ ശ്ലോകങ്ങളൊക്കെ പ്ലേലിസ്റ്റിലുണ്ട്, പോയി നോക്കിയാൽ മതി. ഒന്നുകൂടെ കേട്ടാൽ അത് മനസ്സിലാവും. അപ്പോൾ ഇതിങ്ങനെ ഒരു തുടർച്ചയാണല്ലോ. നമുക്ക് അറിയാം, നിങ്ങൾ ആശ്രമത്തിൽ ഇരുന്ന് പഠിക്കുന്ന നമ്മളൊക്കെ പഠിച്ചതുപോലെ അങ്ങനെ സദാസമയം ഇതിൻ്റെ മാത്രം വിചാരത്തിൽ ഇരിക്കുന്നവരാണെന്നൊരു വിചാരം നമുക്കില്ല. കാരണം പല കാര്യങ്ങളും നടത്തുന്നതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ഈ കേട്ടതൊക്കെ ചിലപ്പം പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് പറയുമ്പോഴാണ് വീണ്ടും ഓർമ്മ വരിക. ഇതങ്ങനെയാണ് അതിൻ്റെ ഒരു സ്വഭാവം. പക്ഷേ ഇത് ഉറയ്ക്കണം. അതുകൊണ്ടാണ് ഈ ശ്രവണം മനനം നിധിധ്യാസനം എന്ന് പറയുന്ന ഈ പ്രക്രിയ വളരെ പ്രധാനമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഭഗവാൻ എന്നിട്ട് പറഞ്ഞ ഒരു പ്രധാന കാര്യമുണ്ട്. എന്താണ് ഇവിടെ പറയുന്നത്? 41-ാമത്തെ ശ്ലോകത്തിൽ പ്രാപ്യ പുണ്യകൃതാം ലോകാൻ ഉഷിത്വ ശാശ്വതീ സമാഹ ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോ വിജായതേ. ഇവിടെ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യങ്ങൾ ഭഗവാൻ ഇവിടെ മറ്റൊരു രൂപത്തിൽ പറഞ്ഞ് കഴിഞ്ഞതാണ്. എന്താ പറയുന്നത്? യോഗഭ്രഷ്ട, യോഗമാർഗത്തിൽ പകുതി വഴിയിൽ നഷ്ടപ്പെട്ടവൻ, ഉപേക്ഷിക്കപ്പെട്ടവന് എന്തുണ്ടാവും? പുണ്യകൃതാൻ ലോകാൻ പ്രാപ്യ, പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തവരുടെ ലോകത്തിൽ, ആ അനുഭവമണ്ഡലത്തിൽ പ്രവേശിച്ചിട്ട് ശാശ്വതീ സമാ ഉഷിത്വ, വളരെയധികം കാലം അവിടെ കഴിഞ്ഞിട്ട് ശുചീനാം ശ്രീമതാം ഗേഹേ അഭിജായതേ, എന്താണ്? സദാചാരികളും
ആ തരത്തിലുള്ള ആളുകളുടെ കുലത്തിൽ, ഗൃഹത്തിൽ, അതിനുള്ള പരിതസ്ഥിതിയിൽ അവർ ജനിക്കുന്നു. നമ്മൾ ഇന്നലെ കണ്ടുവല്ലോ. സത്കർമ്മങ്ങളാണെങ്കിലും ദുഷ്കർമ്മങ്ങളാണെങ്കിലും ഒരു വ്യക്തിയുടെ നാശത്തിലൂടെ ഇത് രണ്ടും ഇല്ലാതെയാകുന്നില്ല. ഗാന്ധി ഇല്ലാതെ ആയതോടുകൂടി ഗാന്ധിയുടെ ദർശനങ്ങൾ, ഗാന്ധി മുന്നോട്ട് വെച്ച ആശയങ്ങളെല്ലാം ഇല്ലാതെയായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു തുടർ പ്രക്രിയയാണ്. അതുപോലെ തന്നെയാണ് ഗാന്ധിയെ വധിച്ച് ഗോഡ്സെയുടെ കാര്യത്തിലും. ആ ഗോഡ്സെമാർ അനുസ്യൂതം ഉണ്ടായിക്കൊണ്ടിരിക്കും, പലരെയും വധിക്കും. ഗാന്ധിയെ വധിച്ചതിന് ശേഷം ഇന്ത്യയിൽ ആരൊക്കെ വധിക്കപ്പെട്ടിട്ടുണ്ട് ഇതേപോലെ. സമൂഹത്തിന് സത്കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച ആളുകളെ എത്ര പേരെ വകവരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കർമ്മങ്ങളും നടക്കും. അത് സത്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും അത് ഒരു വ്യക്തിയുടെ നാശത്തിലൂടെ ഇല്ലാതെയാവുന്നതല്ല, അതൊരു ഒരു ഒരു ഒഴുക്കാണ് എന്ന് ഇന്നലെ നമ്മൾ കണ്ടു. അതിനെല്ലാം സാധൂകരിക്കുന്നതാണ് ഗീതയിൽ പറയപ്പെട്ടിട്ടുള്ള പല ശ്ലോകങ്ങളും. ഇന്ന് ഇവിടെ അതാണ് ഭഗവാൻ പറയുന്നത്. എന്താണ്? ശുചീനാം ശ്രീമതാം ഗേഹേ അഭിജായതേ. അപ്പം ഇത് ശുചീനാം ശ്രീമതാം ഗേഹേ. മറ്റതാണെങ്കിലോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ടെററിസ്റ്റുകളുടെ പാളയത്തിലൊക്കെ ആയിരിക്കും അവരുടെ ജനനം. എന്നിട്ടോ പുതിയ പുതിയ പദ്ധതികളൊക്കെ അവരാസൂത്രണം ചെയ്യും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ എവിടെയാണ് ഇതിനെ ഇല്ലായ്മ ചെയ്യുക? ഏതെങ്കിലും ആയുധങ്ങളെ കൊണ്ട് ഭൂപ്രദേശത്തെ തുടച്ചു നീക്കാൻ സാധിക്കുകയോ? ഇല്ല. ഇതിനെ വേരോടെ പിഴുതെടുക്കുന്നത് എവിടെയാണ്? എനിക്ക് എന്നിൽ അതിനെ വേരോടെ പിഴുതെടുക്കാം. അതുകൊണ്ടാണ് ഇത് വ്യക്തിയാധിഷ്ഠിതമാണ്. ഈ വ്യക്തിയാധിഷ്ഠിതം എന്ന് പറയുന്നത് തത്വങ്ങളിൽ അധിഷ്ഠിതമാണ്, ഇതിൽ അധിഷ്ഠിതമാണ്. അപ്പം സമൂഹത്തിലെ എന്ത് അനാചാരങ്ങളും ഈ പറഞ്ഞതും കണ്ടു കഴിഞ്ഞാൽ എന്നിലൂടെ അത് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് നമ്മൾ ഒരു പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. എന്നിട്ട് ഭഗവാൻ പറയാം, അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമതാം ഏതദ്ധി ദുർലഭതരം ലോകേ ജന്മ ഈദൃശം യദീദൃശം. അല്ലെങ്കിൽ ദ ധീമതാം യോഗിനാം കുലേ ഏവ ഭവതി. ബുദ്ധിമാന്മാരായിട്ടുള്ള യോഗികളായിട്ടുള്ള ആളുകളുടെ കുലത്തിൽ ജനിക്കും. അപ്പം ജന്മത്തിന്, പുനർജന്മത്തിന്, നമ്മുടെ ഈ യാത്രയ്ക്ക് ഈ ഗുണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ഇവിടെയൊന്നും ഭഗവാൻ ഇന്ദ്രിയങ്ങളുടെ ഓരോ ദ്വാരങ്ങളിലും സാത്വിക, രാജസിക, താമസിക ഭാവങ്ങൾക്ക് അനുസൃതമായി ശരീരം ഉപേക്ഷിക്കുന്നവർക്ക് ഇന്നത് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. കാര്യങ്ങളൊന്നാണ്. ഈ പറഞ്ഞതിന് കൂടുതൽ വ്യക്തത നമുക്ക് അവിടെ കിട്ടുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇതൊക്കെ ചേർത്ത് മനസ്സിലാക്കുമ്പോഴോ ഫുൾ ക്ലാരിറ്റി മനസ്സിലാവുന്നുണ്ട് എന്ന് കരുതുന്നു. അതുകൊണ്ടാണ് ഈ 3-ാം അധ്യായത്തെയും 6-ാം അധ്യായത്തെയും ഇവിടെ ഉദാഹരിച്ചത്. ഭഗവാൻ തുടർന്ന് പറയുന്നതെല്ലാം വളരെ ഇതിന് സാധുത നൽകുന്നതാണ്. എന്താ പറയുന്നത്? തത്രതം ബുദ്ധി സംയോഗം ലഭതേ പൗർവദേഹികം യതതേച്ച തതോ ഭൂയ സംസിദ്ധൗ ഗുരുനന്ദന. 43-ാമത്തത് 6-ാം അധ്യായത്തിൽ. അർജുന, തത്ര ആ ജന്മത്തിൽ ഈ പറഞ്ഞ യോഗികളുടെയും ശ്രേഷ്ഠന്മാരായിട്ടുള്ള യോഗികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉടനെ വിചാരിക്കരുത് കമണ്ടലും അതും ഇതുമായിട്ട് നടക്കുന്ന ആളുകളാണെന്ന്. എത്ര യോഗി എന്ന് പറയുമ്പോൾ നമ്മൾ ആധുനിക യോഗികളെയാണ് മനസ്സിലാക്കേണ്ടത്, അല്ലാതെ പേരിൻ്റെ കൂട്ടത്തിൽ യോഗിയുള്ളതിനെയല്ല. ഇപ്പോൾ APJ ഒരു യോഗിയായിരുന്നു, APJ അബ്ദുൽ കലാം, നമ്മുടെ മുൻ പ്രസിഡൻറ്റ്. അങ്ങനെ എത്ര ആളുകൾ, ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെയും പേരുകളൊന്നും പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾക്ക് അവരെ സ്വീകാര്യമായി കൊള്ളുന്നുണ്ടാവില്ല. പക്ഷെ അവരുടെ ജീവിതം അങ്ങനെയുള്ളതാണ്. ലളിതമായ ജീവിതം നയിക്കുകയും ഒരാളേക്കും എന്തെങ്കിലും അനർത്ഥം ഉണ്ടാവണമെന്ന് കരുതാതെ ജീവിക്കുന്ന എത്രയോ ആളുകൾ, ജീവിച്ച് നമ്മൾ വിട്ടുപോയിട്ടുള്ളവർ. അപ്പോൾ അവരുടെ മകനായി, മകളായി, മരുമകനായി, മരുമകളായി, അവർക്കൊപ്പം സംസർഗമൊക്കെയായി അപ്പോൾ കഴിയാൻ സാധിക്കുക, അവരിൽ നിന്ന് ഉപദേശങ്ങൾ കിട്ടുക, ജീവിതത്തിൻ്റെ വലിയ വലിയ പാഠങ്ങൾ പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള എന്താ തത്ര പൗർവദേഹികം. നോക്കൂ, ഇവിടെ പറയുന്നത് എന്താ? പൗർവദേഹികം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പൂർവ്വദേഹത്തിലെ.
തം ബുദ്ധിയോഗം, ആ ബുദ്ധിയോഗം അതെന്താവാം? നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. അത് ലഭതേ, അത് പ്രാപിക്കുന്നു. അതാണ് ഈ ചെറുപ്പത്തിൽ തന്നെ ഈ കുന്ത്രണ്ടങ്ങൾ ചെയ്യുന്നതിൻ്റെ കാരണവും ചെറുപ്പത്തിൽ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിനും. അത് ഇന്ന് നമ്മുടെ മുന്നിൽ, ആധുനിക ലോകത്തിൽ ഇന്ന് നമ്മുടെ മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായിട്ടുണ്ട്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ശാസ്ത്രീയ സംഗീതമൊക്കെ പഠിപ്പിക്കാൻ വിട്ടിട്ട് 10 കൊല്ലം 15 കൊല്ലവും പഠിച്ചിട്ടും ഇവൻ ഇപ്പോഴും വെണ്ടവരശ ഉറച്ചിട്ടില്ല എന്ന് പറയാം. എന്ന് പറയുമ്പോൾ അടുത്ത വീട്ടിലെ എന്താ പറയുക, നായ ഓരിയിടും, അല്ലെങ്കിൽ ഓരിയിടുകയാണെന്ന് മറ്റുള്ളവർ വിചാരിക്കും അജാതി സായാണ്. അതല്ല, ഇത് ചെറിയ പിടുങ്ങായിരിക്കുമ്പോൾ തന്നെ എന്താ പറയുക, ചെമ്പൈ തോറ്റോണ വിധത്തിലുള്ള പരിപാടികളാണ്. അപ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഇത് കൊണ്ടുവന്നതേ എന്താ പറയുക, സംഗീതമായിട്ടാണ് വരവ് തന്നെ. അപ്പോൾ സംഗീതത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരു ഉദാഹരണം പറയാം. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ കൂടുതലും ഇപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ കേൾക്കുന്നത്. അല്ലാതെ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്, അതല്ല നമ്മൾ പറയുന്നത്. വലിയ വലിയ വായക്കൊള്ളാത്ത ഫിലോസഫിയൊക്കെ ഭഗവത്ഗീത ശ്ലോകമൊക്കെ ഉദ്ധരിച്ച് ഇങ്ങനെ ഓരോന്നൊക്കെ, അതല്ല. അത് തത്തമ്മേ പൂച്ചയാണ്, അതല്ല. അതല്ലാതെ ഉള്ള ഇത്തരം കാര്യങ്ങൾ, ഇത് തത്തമ്മേ പൂച്ചയ്ക്ക് സാധിക്കില്ല. ഒരു കുട്ടിയുടെ നമ്മൾ കണ്ടിരുന്നു, അത് വളരെ പിടുങ്ങാണ്. അതിനോട് ഇത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാണ്, ഇത് ഏതാണ്, രാഗം ഏതാണെന്ന് ചോദിച്ചാൽ നാട്ടയാണ്, അതാണ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് താളവും ആദിതാളവും എല്ലാം പറയണം. ആ കുട്ടി ചെറുത്, അത് പറയുന്നതിന് അക്ഷരം ഉറപ്പിക്കുന്ന ഒരു ഇതും കൂടിയല്ല, അത്ര ആയിട്ടില്ല. അപ്പം ഇത് കാണാപാഠം പഠിച്ചതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഇത് കൊണ്ടുവന്ന് തന്നെയാണ്. വലിയ വിദ്വാനായിരിക്കാം, മൂപ്പരുടെ തുടർ പ്രക്രിയയാണ്. അതിവിടെ ഗീത അതിന് സമ്മതം പറയുന്നു. അപ്പം നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞതാണോ എന്ന് വെച്ചാൽ അല്ല. ഇതാ ഇവിടെ ഭഗവാൻ പറയണു, പൗർവദേഹികം തം ബുദ്ധിയോഗം ലഭതേ. അപ്പോൾ പൂർവ്വജന്മത്തെക്കുറിച്ചുള്ള അത് നിങ്ങൾ ഈ എവിടെയെങ്കിലും പോയി ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയി ചോദിക്കേണ്ടതല്ല. നിങ്ങൾക്കങ്ങനെ പൂർവ്വജന്മത്തെക്കുറിച്ചുള്ള ഓർമ്മയില്ലെങ്കിൽ വിട്ടേക്കൂ. മിനിയാന്ന് എന്തായിരുന്നു രാവിലെ ഭക്ഷണത്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാത്ത ആൾക്കാരാണ് പൂർവ്വജന്മം ചിന്തിക്കാൻ പോകുന്നത്. ഇപ്പോഴുള്ള കാര്യം തന്നെ ചിന്തിച്ച് ഇരുന്നാൽ മതി, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പൗർവദേഹികം തം ബുദ്ധിയോഗം ലഭതേ തത ഭൂയഃ സംസിദ്ധൗ യതതേച്ച. അപ്പം അതിനുവേണ്ടി, അതിൻ്റെ തുടർ പ്രക്രിയയ്ക്ക് വേണ്ടി വീണ്ടും കൂടുതൽ കാര്യങ്ങൾ ചെയ്യും. അപ്പം അതിനായിട്ട് എന്തായി, അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഇവിടെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച്. നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് എന്താ? ഷോഡശ സംസ്കാരമാണ്, 16 സംസ്കാരങ്ങൾ. ആ 16 സംസ്കാരത്തിൽ ആദ്യത്തേതാണ് ഗർഭാധാനം എന്ന് പറയുന്നത്. ഗർഭാധാനത്തിൽ വാസ്തവത്തിൽ എന്താ ഗർഭാധാന സംസ്കാരം? ഒരു ഇൻവോക്കേഷനാണ്. ഒരു 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 ജന്മ ഒരു സന്തതിയെ നമ്മൾ ഇൻവോക്ക് ചെയ്യുന്നു, നമ്മൾ എന്താ പറയുക, മെഡിറ്റേറ്റ് ചെയ്യുന്നു, നമ്മൾ ഉദരത്തിലേക്ക് ക്ഷണിക്കുന്നു. രണ്ടുപേരും ഭർത്താവിൻ്റെ രേതസ്സിലൂടെ, പുരുഷൻ്റെ രേതസ്സിലൂടെയാണല്ലോ അത് വരുന്നത്. അതിനാണ് പണ്ടുള്ളവരൊക്കെ ഈ ബ്ലസ് ചെയ്ത് എന്താ പറയുക, പഴങ്ങളൊക്കെ കൊടുക്കുന്നു, പഴത്തിൽ നിന്ന് ഗർഭം സംഭവിക്കുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ സിംബോളിസം ഇതാണ്. അപ്പം അതങ്ങനെയാണ് അതിനെ ഇൻവൈറ്റ് ചെയ്യുക, ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുക. അപ്പോൾ ഷോഡശത്തിൽ അവസാനത്തത് എന്താ? ഗർഭാധാനം, പുംസവനം, സീമന്തം, ജാതകർമ്മം, നാമകരണം, അന്നപ്രാശം, ഉപനയനം, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, അന്ത്യേഷ്ടി, നിഷ്ക്രമണം. അതിൻ്റെ ഇടയിൽ 16ാമത്തത് എന്താ? അന്ത്യേഷ്ടി. അന്ത്യേഷ്ടി എന്താ? യാത്രയയപ്പാണ്, പറഞ്ഞുവിടുക, സെൻഡ് ഓഫാണ്. അപ്പോൾ സെൻഡ് ഓഫ് എങ്ങോട്ടേക്കാണ്? നല്ലൊരു സ്ഥലത്തേക്ക് പോയിക്കോളാനാണ്. സംസ്കാരത്തെ പറയുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. അത് പോവില്ല എന്നുള്ള കാര്യം വേറെ. അതിന് എന്തെങ്കിലും ഉണ്ടാവണേ, പോകണമെങ്കിലും വരണമെങ്കിലും. ഇത് നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് നടത്തിയതുകൊണ്ട് കാര്യമില്ല.
എപ്പോഴും നമ്മുടെ കാര്യം എന്താ, ഈ ഭഗവത്ഗീതയൊക്കെ വായിച്ചാൽ എന്തോ കിട്ടുന്നല്ലേ, എന്ത് കിട്ടാൻ? ഇത് മനനം ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ എന്താ ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്തി ഇത് അങ്ങനെയുണ്ട് ചിലർക്കൊക്കെ. ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അനുഗ്രഹിക്കും. എങ്ങനെ അനുഗ്രഹിക്കുന്നത്? അറിവാണ് അനുഗ്രഹം. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അറിവിന് സദൃശമായിട്ട് ഇവിടെ വേറെ പവിത്രം എന്ന് പറഞ്ഞ് എണ്ണാൻ ഒന്നുമില്ല. അതാ നമുക്ക് കിട്ടുക. അതല്ല ഇതിൽ നിന്ന് കിട്ടുന്നത് വേറെ ഓരോ പൊട്ടത്തരങ്ങളാണെങ്കിലോ. പൊട്ടത്തരം ഇതിൽ പറഞ്ഞിട്ടില്ല. നമ്മളങ്ങനെ മനസ്സിലാക്കുന്നുവെങ്കിൽ ഗീത അതിന് ഉത്തരവാദിയല്ല. അപ്പോൾ ഇവിടെ നോക്കൂ, പൗർവദേഹികം തം ബുദ്ധിയോഗം ലഭതേ തഥ ഭൂയ സംസിദ്ധോ യതതേച്ഛ. അതിനൊരു തുടർച്ചയുണ്ടാവുന്നു. ഇത് സത്കർമ്മത്തിനും ദുഷ്കർമ്മത്തിനും ഒക്കെ ഇത് തന്നെയാണ് അതിൻ്റെ വഴി. പൂർവാഭ്യാസേന തേനൈവ ഹ്രിയദേഹി അവശോപി സഹ ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാതിവർത്തതേ. അവിടെ ഭഗവാൻ അതിനെ ഉപസംഹരിക്കുകയാണ്. അവശഹാപി, അവശനാണെങ്കിലും അസ്വതന്ത്രനാണെങ്കിലും തേന പൂർവാഭ്യാസേന ഏവ, മുമ്പ് ഈ അഭ്യാസം ഉള്ളത് കൊണ്ട്. അതുകൊണ്ടാണ് ചില ആളുകളുടെ മക്കളൊക്കെ അവരുടെ ആ കുടുംബത്തിലില്ലാത്ത വിധത്തിലേക്ക് ഉള്ള എന്താ പറയുക മാർഗങ്ങളിലേക്കൊക്കെ പോകും. ആ കുടുംബവും അവരുടെ അച്ഛൻ അവരുടെ അമ്മ എല്ലാവരെയും നോക്കുന്ന സമയത്ത് അവരൊക്കെ വളരെ എന്താ പറയുക സമൂഹത്തിൽ വലിയ അംഗീകാരവും അതും ഇതൊക്കെ ഉള്ളവരാണ്. പക്ഷേ ഒരുത്തനുണ്ടല്ലോ ഇവരുടെ 14 കുലത്തിനും മുടിപ്പിക്കാനും ദുഷ്പേരുണ്ടാക്കാനുമായിട്ട് ഒരുത്തൻ. അപ്പോൾ അസുരന്മാരുടെ കുലത്തിനെ യശസ്സുണ്ടാക്കിയവനാണ് പ്രഹ്ലാദൻ. അപ്പോൾ പ്രഹ്ലാദനോട് പറയുന്നുണ്ട് ഒരു ഘട്ടത്തിൽ, നീ ഈ കുലത്തിന് തന്നെ നിന്റെ സർവർക്കും സർവരുടെയും ദോഷം പരിഹരിച്ചവനാണ് നീ എന്ന് പറയും. മറ്റത് എല്ലാവരും അവരൊക്കെ ഉണ്ടാക്കിയ യശസ് കീർത്തി ഇവൻ ഒരുത്തം കാരണം ഇല്ലാണ്ടാവും. പലരും ചോദിക്കുന്നു എങ്ങനെ അവരുടെ വയറ്റിൽ ഇവൻ പിറന്നു? ഇത് പ്ലസും മൈനസും ഉണ്ട്, രണ്ടും ഉണ്ട്. ചേറിൽ താമര എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെയുണ്ട്. ഇപ്പോൾ ജിതു കൃഷ്ണമൂർത്തിയെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയല്ലേ, ഒരു സ്ലമ്മിൽ, അങ്ങനെ പറയാം, സ്ലമ്മിൽ ചെന്നൈയിൽ തമിഴ്നാട്ടിൽ ആനിബസിൻ്റെ കണ്ടെത്തുകയായിരുന്നു ഈ കൃഷ്ണമൂർത്തി. അപ്പോൾ അവർ ഈ കുട്ടിയെ വളർത്താൻ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പാരൻസ് പറഞ്ഞ് ഇവൻ്റെ ഏട്ടനെയും കൂടെ ഉണ്ട്, അതിനെയും കൂടെ കൊണ്ടുപോയിക്കൊള്ളുക. കാരണം അവർക്ക് ഒരു നേരം ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ പാവം വയ്യാത്ത അവസ്ഥയാണ്. ആ ജിതു കൃഷ്ണമൂർത്തിയാണ് തിയോസഫിക്കൽ സൊസൈറ്റി, മൂപ്പരെ പിരിച്ചു വിട്ടു. പക്ഷേ ആരാണ് അദ്ദേഹം? എൻ്റെ അമ്മോ, ചിന്തകൻ, എന്താ അസാമാന്യ ചിന്തയുടെ എന്താ പറയുക ഒരു വൈഭവം. JK എന്നറിയപ്പെടുന്ന ജിതു കൃഷ്ണമൂർത്തി പറയുമ്പോൾ ഏതാ ചുറ്റുപാട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല, അങ്ങനെ എത്രയോ പേരുണ്ട്. അതിനെല്ലാം ചോദ്യം നമുക്ക് വരുന്ന സമയത്ത് ഉത്തരത ഇവിടെ ഉണ്ട്. ഈ ഉത്തരത്തെ ഭൗതിക ശാസ്ത്രത്തിന് പൂർണ്ണമായിട്ട് നിരാകരിക്കാനൊന്നും പറ്റില്ല. ഇനി ഭൗതിക ശാസ്ത്രത്തിന് കൃത്യമായൊരു ഉത്തരം കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും പറ്റില്ല. എന്നാൽ നിങ്ങളെല്ലാവരെയും കൊണ്ടുപോയി കൃഷ്ണമൂർത്തിയാക്കൂ. പ്രാർത്ഥന പറയുന്നത് പോലെ എന്നെ കാക്കുമാറാക്കണേന്ന്, ഇനി പോട്ടെ കേക്കുമാറെങ്കിലും ആക്കണേന്ന്. അപ്പുറത്തെ വീട്ടിലെ കുമാരൻ എന്ന് പറയുന്ന ധനികൻ്റെ കാര്യത്തിലാണ് ഇവൻ ഈ പ്രാർത്ഥന ചെയ്യുന്നത്. ആ കുമാരൻ്റെ പോലത്തെ ഒരു കാക്കുമാരനെങ്കിലും എന്നെ ആക്കണേന്ന്. കെ കുമാരനെ
പോലത്തെ എന്നെ ഒരു കാക്കുമാരനെങ്കിലും ആക്കണം എന്നാണ്. നമ്മൾ കേൾക്കുമ്പോൾ കാക്കുമാറാകണേ എന്ന് കേൾക്കും. അങ്ങനെ എല്ലാവരെയും സാധിക്കുമോ? ഇല്ലല്ലോ. ഏതൊക്കെ കോളേജിലും സ്കൂളിലും യൂണിവേഴ്സിറ്റിയിലും ഏതൊക്കെ ഗുരുക്കന്മാരുടെ ശിക്ഷണത്തിൽ ആരൊക്കെ പഠിക്കുന്നു? എല്ലാവരും ഒരുപോലെയാണോ? ഒരേ ഗുരുകുലത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നവർ ഒരേ ഗുരുവാണ്. ആർക്കും പ്രത്യേകം ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ചിലർക്ക് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല, ചിലർക്കോ പറയുന്നതിന് മുമ്പേ മനസ്സിലാവും. ഉപനിഷത്തിൽ തന്നെ ഉണ്ട് അത്. ഉപനിഷത്തെല്ലാം ഗുരു കഴിഞ്ഞ് ഗുരു കൂട്ടി പോകാൻ പോകുമ്പോൾ ശിഷ്യൻ ചോദിക്കുക, ഉപനിഷദം ബ്രൂഹി എന്ന്. ഉപനിഷത്ത് പറയൂ ഗുരു എന്ന്. ഇത് ഉപനിഷത്ത് മുഴുവൻ പറഞ്ഞിട്ട് അവസാനമാണ് ഇവൻ എണീറ്റ് ചോദിക്കുകയാണ്, ഉപനിഷത്ത് തേ ഉക്കുത, ഞാൻ ഉപനിഷത്ത് പറഞ്ഞു കഴിഞ്ഞു മോനെ. എന്നാലും അങ്ങനെ ഒരുത്തൻ ഉണ്ടല്ലോ എന്ന് കരുതി വീണ്ടും ഗുരു 2-3 മന്ത്രം കൂടെ പറഞ്ഞു കൊടുത്തു. അവന് വേണ്ടത് എന്താണോ അത് പറഞ്ഞു കൊടുത്തു. അതിൻ്റെ കുറവായിരുന്നു അവന്. അപ്പം ഇതൊന്ന് നമുക്ക് വേറെ ഒരു ഡാറ്റ വെച്ചൊന്നും ഇതിന് എന്താ പറയുക, ഇത് യുക്തിക്ക് നിരക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇതൊരു ചോദ്യമാണ്. നിങ്ങൾ അതിന് എന്താണ് യുക്തി കാണുന്നത് നമുക്കറിയില്ല. ഇവിടെ നമ്മുടെ മുന്നിൽ കുറേ ഇത്തരം ഡാറ്റാസുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളുണ്ട്, ജീവിക്കുന്ന ഉദാഹരണങ്ങൾ. ഒന്നൊന്നുമല്ല, എത്രയോ ഉണ്ട്. മലയാളികളായിട്ടുള്ള ക്ലിൻ്റ് എന്ന് പറയുന്ന ആ പയ്യനൊക്കെ ഇല്ലേ കോട്ടയത്തെ, അവൻ വരച്ചു കൂട്ടിയ ചിത്രങ്ങൾ എത്രയായിരുന്നു. ഇവനെ ഏതെങ്കിലും എന്താ പറയുക ചിത്രകാരൻ്റെ അടുത്ത് ശിക്ഷണം കഴിഞ്ഞിട്ട് വന്നതാണോ? അല്ല. പെട്ടെന്ന് തന്നെ ലോകം വിട്ട് പോവുകയും ചെയ്തു പാവം. അപ്പോൾ എല്ലാം സാഹചര്യം എന്ന് പറയുന്നതെല്ലാം അവൻ വരച്ചതെല്ലാം ഹിന്ദു ദേവതാ സങ്കല്പങ്ങളെയാണ്. ഗണപതിയൊക്കെ അതിമനോഹരമായിട്ട് വരച്ചിട്ടുണ്ട്. പക്ഷെ അവൻ്റെ രക്ഷിതാക്കളുടെ മതം എന്ന് പറഞ്ഞാൽ ക്രിസ്തു മതമാണ്. അങ്ങനെ വലിയ ഒരു ശിക്ഷണത്തിൽ അങ്ങനെ സ്വതന്ത്രമായി വരയ്ക്കുന്ന ഒരു പ്രായമൊന്നും ആയിട്ടല്ല വരച്ചിട്ടുള്ളത്. അപ്പം അതൊക്കെ നമ്മുടെ മുന്നിൽ ചോദ്യങ്ങളായി ഇരിക്കുമ്പോൾ എന്താണ് ഉത്തരം എന്ന് ചോദിച്ചാൽ ഇവിടെ ഇങ്ങനെയൊരു ഉത്തരമുണ്ട്. നമുക്ക് തള്ളാം കൊള്ളാം, ചോയ്സ് ഈസ് യുവേഴ്സ്. പൂർവാഭ്യാസേന തേനൈവ ഹ്രിയദേഹി അവശോഭി സഹ ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദ ബ്രഹ്മാദി വർത്തതേ അവശഃ അപി തേന പൂർവാഭ്യാസേന ഏവ സഹ്രിയതേ. അവൻ ഒരിക്കൽ ഭ്രഷ്ടനായവനാണെങ്കിൽ ഇവിടെ പറയുന്നത് അവനെ വലിച്ചഴച്ച് വീണ്ടും അതിലേക്ക് തന്നെ കൊണ്ടുവരും. ചിലരൊക്കെ നല്ല പൊസിഷനിൽ തികച്ചും വേറൊരു പ്രൊഫഷനിൽ ഇരുന്നത് കാണാം, പെട്ടെന്ന് അതിൽ നിന്ന് മാറി മറ്റൊന്നിലേക്ക് വരുന്നു. നമ്മൾ പല സെലിബ്രിറ്റികളെയൊക്കെയാണ് അങ്ങനെ കേൾക്കുക. ഇയാൾ എൻജിനീയറായി, അവിടുന്ന് അത് വിട്ടു, ഡോക്ടറായി, വക്കീലായി, ഇപ്പോൾ അത് അഭിനയത്തിൽ നിന്ന് ഇതിലേക്ക് വന്നു, അതിൽ ഇതിലേക്ക് വന്നു, അതൊക്കെ ഉപേക്ഷിച്ചു, ഇങ്ങനെ ബിസിനസ്സിൽ വന്നു. കാരണം പിടിച്ച് വലിക്കുകയാണ്. ഇവിടെ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ സഹ്രിയതേ, അവനെ പിടിച്ച് വലിച്ചിങ്ങോട്ടേക്ക് ഇടുകയാണ്. കാരണം എന്താ, മൂപ്പരാ പഴയത് പണ്ടത് ഇതാക്കി വെച്ച ആളാണ്. ഇവിടെ അവൻ ഇതൊക്കെ മറന്നുപോയി. നാരദർ വന്നിട്ട് ഇങ്ങനെ ഓരോരുത്തരെ ഓർമ്മിപ്പിക്കുമല്ലോ, എന്താ നിങ്ങളുടെ പരിപാടി എന്ന് പറയുന്നത് പോലെ പിടിച്ചു പുള്ളി ഇത് എടുത്തിടുന്നു ഇതിലേക്ക്. എന്നിട്ടോ അവനതിൽ വിജയിക്കുന്നു, അല്ലെങ്കിൽ അതായിത്തീരുന്നു. ഇപ്പം നമുക്ക് തോന്നുന്നത് ഈ ഒരു ഭാഗം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു. തുടർന്നാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്, സത്വാത് സഞ്ജായതേ ജ്ഞാനം രജസോ ലോഭ ഏവച പ്രമാദമോഹൗ തമസോ ഭവതോ അജ്ഞാനമേവച.
നമുക്ക് കാണാം നാളെ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.